Hey all, this is me Anand here, your coach, your mentor, your trainer in trading. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് വരുന്നുണ്ട് എന്നിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. വലിയ മൂവ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നിഫ്റ്റിയിലെ നിഫ്റ്റി ബാങ്ക് അതുമില്ലെങ്കിൽ ഒന്നും തന്നെ നമുക്ക് തരുന്നില്ല. കുറച്ച് സ്റ്റോക്കുകൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ മൂവ്മെന്റ് തരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം ഇന്ന് മാർക്കറ്റ് എങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, അതിനോടൊപ്പം തന്നെ നാളെ മാർക്കറ്റ് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്തിരിക്കാം എന്നുള്ളതും. ഇന്ന് നിഫ്റ്റി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ വന്നിട്ട് ചെറിയൊരു മൈന്യൂട്ട് ഫോള് തന്നു. ബട്ട് ഈ ഒരു ഫോള് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി നമുക്ക് റിസൾട്ട് വരികയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടൊരു മൂവ്മെന്റ് അല്ല, എസ്പെഷ്യലി ഫോർ ഓപ്ഷൻ ബയേഴ്സ്. ഓപ്ഷൻ സെല്ലേഴ്സിന് പറ്റിയ മാർക്കറ്റാണ് ഇപ്പം, ഓപ്ഷൻ ബയേഴ്സിന് പറ്റിയ മാർക്കറ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം മാറി നിൽക്കുന്നത് തന്നെ എപ്പോഴും നല്ലതായിരിക്കും. അതേസമയം ഇന്ന് നമ്മൾ ITCയിൽ നമ്മൾ ട്രേഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പൊസിഷനാണ്. ഓൾമോസ്റ്റ് ലൈക്ക് അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണ് അത് തന്നു നിൽക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ആണെങ്കിൽ ഇന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു പ്യുവർ സൈഡ് വേസ് പ്യുവർ സൈഡ് വേസ് നിൽക്കുകയാണ്. ഈ ഒരു സെർട്ടൻ ടൈപ്പ് ഓഫ് മാർക്കറ്റിൽ ആരെങ്കിലും ട്രേഡ് ചെയ്തതിൽ എന്താണ് അവസ്ഥ? ഒട്ടും തന്നെ മൂവ്മെന്റ് ഇല്ല. ഓപ്ഷൻ ബയേഴ്സിനാണെങ്കിൽ സ്റ്റക്കായിട്ട് അവരോട് നിൽക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ഫിന്നിലാണെങ്കിലോ അതും സൈഡ് വേസ്. നിഫ്റ്റി ബാങ്കിന് ഒരുമിച്ചില്ല, അതുപോലൊക്കെ തന്നെ ആയിരിക്കും ഫിന്നും പോകാനായിട്ട് പോകുന്നത്. മിഡ് ക്യാപ്പ് ആണെങ്കിലോ ചെറിയൊരു ഫോൾ, ഓൾമോസ്റ്റ് സിമിലർ ടു നിഫ്റ്റി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഇല്ലേ? അപ്പൊ നമുക്ക് നാളെ മാർക്കറ്റ് എങ്ങനെ പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നിഫ്റ്റി വേറെ ഒന്നുമില്ല, ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യാം. ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 25,340 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബുള്ളി സൈഡിലോട്ട് ഇനിഷ്യേറ്റ് ചെയ്യാം. എവിടം വരെ? ലെറ്റ്സ് സേ 25,500 നല്ലൊരു ടാർഗറ്റ് ആണ്, 25,400 ടാർഗറ്റ് ആണ്. OIയുടെ ഡേറ്റ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സൈക്കോളജിക്കൽ ലെവൽ എന്ന് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതേസമയം നിഫ്റ്റി ബാങ്ക് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സെർട്ടൻ ലെവൽ ആയിട്ടുള്ള 51,560 മുകളിൽ 51,560 മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ അവിടെ ബുള്ളിഷ് ആവുന്നത്. അതും എവിടം വരെ? നമുക്കൊരു 51,885 to 51,900 വരെ പോകാൻ പ്രോബബിലിറ്റി ഉണ്ട്. ഇതിനൊപ്പം ഒരു പോസിറ്റീവ് കോറിലേഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൊമെന്റം കിട്ടും. നോക്കാം. സൈഡ് വേസ് ആണെങ്കിൽ മാക്സിമം മാറി നിൽക്കുക. ഹ്യൂജ് ട്രേഡ്സ് എടുത്തിട്ട് ഹ്യൂജ് ലോസിൽ വരികയോ ഇല്ലെങ്കിൽ ലെറ്റ്സ് നല്ലൊരു മൊമെന്റ് ഉള്ള മാർക്കറ്റിലെ ഓപ്ഷൻ ബയേഴ്സ് എന്ന് ട്രേഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത പക്ഷെ എന്തായിരിക്കും? മൂവ്മെന്റ് ഇല്ല, നമുക്ക് വലിയ റിസൾട്ട് കിട്ടുകയില്ല. വെറുതെ രാവിലെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇരിക്കാവുന്നതേ ഉള്ളൂ. അത് മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഫിൻ നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതും ഈ ഒരു സെർട്ടൻ റേഞ്ചിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. 23,757 മുകളിൽ പോവുകയാണെങ്കിൽ 23,800 മുകളിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. ഫിൻ നിഫ്റ്റിയുടെ കാര്യത്തിൽ നാളെ നമ്മളൊന്ന് കോഷ്യസ് ആണ്. എന്താണ്? എക്സ്പയറി ആണ്. ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളൊരു പാറ്റേൺ കാണുന്നുണ്ട്, കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എക്സ്പയറിയുടെ അന്ന് ഒന്നുകൂടെ കൺസോൾട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബയേഴ്സ് ആ വഴിക്ക് നോക്കുകയേ ചെയ്യരുത്. അത് നല്ല ടൈം ഡീക്കേ കാണും, നല്ല പ്രശ്നത്തിൽ പോകാനും ചാൻസ് ഉണ്ട്. മൈറ്റ് ബി 0 കിട്ടിയാലോ, ചിലപ്പോൾ ബട്ട് കിട്ടിയാലോ എന്ന് വെച്ചാൽ ആരും എടുക്കരുത്, ഓപ്ഷണൽ മാത്രമാണ്. ഓക്കെ, ഞാൻ അവോയ്ഡ് ചെയ്യും. നാളെ സൈഡ് വേസ് ആണെങ്കിൽ ഫിനിഷിന്റെ ഭാഗത്തേക്ക് നോക്കുക പോലും ചെയ്യുകയില്ല. ഓൾറൈറ്റ്. ആൻഡ് ഫൈനലി നമുക്ക് മിഡ് ക്യാപ്പ് കൂടെ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ സാധിക്കും. മിഡ് ക്യാപ്പ് ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞ പോലെ നിഫ്റ്റിയുടെ പോലെ തന്നെ ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ബെറ്റർ 13,230 മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബുള്ളിഷ് വ്യൂ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആൻഡ് നമുക്കൊന്ന് ITC കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തുകൊണ്ട് നമ്മൾ അത് എടുത്തു, ഇല്ലെങ്കിൽ എന്താണ് റീസൺ എന്ന് ജസ്റ്റ് വളരെ മൈന്യൂട്ടായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൈ പോയിന്റിൽ തന്നെയാണ് ITC നിൽക്കുന്നത്. ITCക്ക് കുറച്ചധികം പ്രൊജക്ട്സുകൾ വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഐ ബിലീവ് ഗവൺമെന്റ് എന്തോ ഇൻവെസ്റ്റ്മെന്റ്സ് എന്തോ ITCയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്തൊക്കെയോ കേട്ടിട്ടുണ്ടായിരുന്നു. വെൽ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. നമുക്ക് എന്താണെന്നുള്ളത് പിന്നീട് നമ്മളത് നമ്മളുടെ ഗ്രൂപ്പ്സിൽ നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ട്രേഡുകളും ഈ വന്നിട്ടുള്ള എല്ലാ ചാർട്ട്സുകളും നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഓൾറെഡി അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് അറ്റ് ജസ്റ്റ് 999 rupees നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഒരു മാസത്തേക്ക്. നമ്മളെടുക്കുന്ന ട്രേഡ്സുകൾ എല്ലാം തന്നെ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലേൺ ചെയ്യാം, ഏൺ ചെയ്യാം, എല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 വരെ നമ്മൾ ഒരുമിച്ചിരുന്ന് ട്രേഡ് മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ ലൈവ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. ഡോണ്ട് മിസ് ഇറ്റ്. സോ ITC എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഈ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ITC ഈ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഇന്നൊരു സ്റ്റാൻഡേർഡ് ബ്രേക്ക് ഔട്ട് എന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു റേഞ്ചിൽ കൺസിഡർ ചെയ്യാം.
ലെറ്റ്സ് സേ ഈ ഒരു ക്യാൻഡിലിന്റെ ലോയി കൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു 502 റേഞ്ചിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ട് അത്യാവശ്യം ഒരു പുഷ് നമുക്ക് എക്സ്പെക്ട് ചെയ്ത് നോക്കാം. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് അവർ പി ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് സെഷൻ. അപ്പോൾ മറക്കേണ്ട, നാളെ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് ട്രേഡ് വൈസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാം.